എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ ട്രാൻസ്മിഷനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു ഇല്ലേ? അതായത് പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? കണ്ടക്റ്റിംഗ് വയേഴ്സ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എനർജി ലോസ് ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ എനർജി ലോസിനെ മിനിമൈസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ്? യൂസ് സ്യൂട്ടബിൾ മെറ്റൽ വയേഴ്സ് വിത്ത് ലോ റെസിസ്റ്റിവിറ്റി ഇല്ലേ? റെസിസ്റ്റിവിറ്റി കുറഞ്ഞതും അനുയോജ്യമായ ലോഹക്കമ്പികൾ ഉപയോഗിക്കാൻ പറഞ്ഞു. പിന്നെ മറ്റൊരു മെത്തേഡ് ഏതാണ്? ഇൻക്രീസ് വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് കറണ്ട് വിത്തൗട്ട് ചേഞ്ചിങ് പവർ ഇല്ലേ? പവർ വ്യത്യാസം ഇല്ലാതെ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കറണ്ട് കുറയ്ക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം ലോഹക്കമ്പികൾ നമ്മൾ പറഞ്ഞ അലൂമിനിയം ആണ് ഉപയോഗിക്കുന്നത്. വേറെ ഗോൾഡോ സിൽവറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ മാർഗ്ഗം എങ്ങനെയാണ്? പവറിന് വ്യത്യാസം ഇല്ലാതെ നമ്മൾ വോൾട്ടേജ് വർദ്ധിപ്പിച്ചിട്ട് കറണ്ട് കുറയ്ക്കുക. അങ്ങനെ വോൾട്ടേജ് വർദ്ധിപ്പിക്കാൻ, അതായത് പവറിൽ വ്യത്യാസമില്ലാതെ, കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഈസ് ദ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ. പവറിൽ വ്യത്യാസം വരാതെ വോൾട്ടേജ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടാൻ സഹായിക്കണം ഇല്ലേ? വോൾട്ടേജ് കൂട്ടണം ഇല്ലേ? അപ്പം അങ്ങനെ വോൾട്ടേജ് കൂട്ടാൻ സഹായിക്കുന്ന ഉപകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ ഏതായിരിക്കാം അങ്ങനെയുള്ളൊരു ഉപകരണം? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അതായത് കണ്ടില്ലേ, എങ്ങനെയുള്ള ഉപകരണങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വഴിയിലൊക്കെ അല്ലേ, ഇലക്ട്രിക് പോസ്റ്റിനൊക്കെ താഴെ ഇങ്ങനെയുള്ള ഡിവൈസ് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ ഉള്ളിലൊക്കെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ഇലക്ട്രിക് ലൈൻസ് പോകുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ളൊരു ഡിവൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഡിവൈസ്? ഈ ഡിവൈസിൻ്റെ പേരാണ് എന്ത്? ട്രാൻസ്ഫോമർ. കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫോമർ അല്ലേ? ട്രാൻസ്ഫോമർ എന്നാണ് ഇതിന് പറയുന്ന പേര്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ അല്ലേ? ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് വോൾട്ടേജ് കൂട്ടുന്നത് അല്ലെങ്കിൽ എന്താണ് വോൾട്ടേജ് കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ വഴിയരികളൊക്കെ ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ ട്രാൻസ്ഫോമർ ആണെങ്കിലും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ചെറിയൊരു മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മോഡലിന് വേണ്ടി ഇത് എവിടെ കണ്ടില്ലേ, ഒരു PVC പൈപ്പ് എടുക്കുക കേട്ടോ. ഒന്ന് ഇച്ചിരി ഡയമീറ്റർ കൂടിയ, വ്യാസം കൂടിയ ഒരു PVC പൈപ്പും, രണ്ടാമത്തെ എന്താണ് വ്യാസം കുറഞ്ഞ, സെയിം ലെങ്ത് സെയിം ആണ്. അതിൻ്റെ ഡയമീറ്റർ ഉണ്ട്, ഡയമീറ്റർ കൂടിയതും ഡയമീറ്റർ കുറഞ്ഞതുമായിട്ടുള്ള 2 PVC പൈപ്പ് എടുക്കുക. അതിലേക്ക് എന്താണ് ചെമ്പ് കമ്പി ഉണ്ടല്ലോ, ഒരു ചെമ്പ് കമ്പി ചുറ്റിയിരിക്കുക. കണ്ടില്ലേ, ഏകദേശം ഒരു 600 ടൈംസ് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 600 കേട്ടോ. 600 നമ്പർ ഓഫ് ടേൺസ് ആണ് കേട്ടോ. ചുറ്റുകൾ, നമ്പർ ഓഫ് ടേൺസ് എന്ന് വെച്ചാൽ എന്താണ്? ചുറ്റുകളുടെ എണ്ണം ഏകദേശം 600 ചുറ്റുകൾ വരത്തക്ക രീതിയിൽ ഈ PVC പൈപ്പിലേക്ക് ഇത് കണക്ട് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ വെറുതെ ചുറ്റി വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാന്ന് നോക്കിയേ, ഇതിങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോയിൽ, ഇതാണ് രണ്ടാമത്തെ കോയിൽ. ഈ ഒന്നാമത്തെ കോയിൽ ഉണ്ടല്ലേ, ഈ ഒന്നാമത്തെ കോയിൽ ഇവിടെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. ബാറ്ററിയും അതുപോലെ തന്നെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ കോയിലേക്ക് ഒരു ഗാൽവനോമീറ്റർ ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? 2 PVC പൈപ്പ് എടുത്തിരിക്കുന്നു. രണ്ടിനും ഒരേ ലെങ്ത് ആണ്, ഡയമീറ്റർ മാത്രം വ്യത്യാസമുണ്ട്. അതിലേക്ക് 600 ചുറ്റുകൾ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ആദ്യത്തെ ആ കോയിലുണ്ടല്ലോ, അതിലേക്ക് നമ്മളൊരു ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ചും ഉണ്ട്. രണ്ടാമത്തേലേക്ക് ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തു. ഈ ബാറ്ററി കണക്ട് ചെയ്യുന്ന ആ കോയിൽ, അതാണ് ഫസ്റ്റ് കോയിൽ എന്ന് പറയാം. ഫസ്റ്റ് കോയിലിന് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് പ്രൈമറി എന്ന് പറയും കേട്ടോ. പ്രൈമറി കോയിൽ. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ കോയിൽ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. നമ്മൾ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ എന്നാണ് പറയുന്നത് കേട്ടോ. ബാറ്ററി എവിടെയാണോ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത്, ആ ഒരു കോയിലിനെ നമ്മൾ എന്താണ് പറയുന്നത്? പ്രൈമറി കോയിൽ എന്ന് പറയും. നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്നതിന് ഗാൽവനോമീറ്റർ എന്തിനാണ് അവിടെ കണക്ട് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ കാണാൻ വേണ്ടി. അത് ഔട്ട്പുട്ടാണല്ലോ അവിടെ കിട്ടുന്നത്. അപ്പം ആ ഒരു കോയിലിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. അതാ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതാ ഈ കോയിലൂടെ കറണ്ട് അവിടെ എങ്ങനെയാണ് ഫ്ലോ ചെയ്യും. എന്നിട്ട് ഈ 2 കോയിലും എങ്ങനെയാണ് അടുപ്പിച്ച് വെക്കണം കേട്ടോ. പക്ഷേ ടച്ച് ചെയ്യാൻ പാടില്ല. അടുപ്പിച്ച് വെക്കണം, പക്ഷെ ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഈ കോയിലിൽ കൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്? മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഈ രണ്ടാമത്തെ കോയിലിലേക്ക് എന്താണ് EMF, ഇവിടെ എന്താണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ ഇവിടെ ഉണ്ടാകുന്ന ഇതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം, EMFൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഈ സെക്കൻഡറി കോയിലിലേക്ക് എന്താണ് ഇൻഫ്ലുവൻസ് വരും. അവിടെ എന്താണ് EMF ഇൻഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ ഗാൽവനോമീറ്ററിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗാൽവനോമീറ്റർ അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ രണ്ട് കോയിലും പരസ്പരം അടുത്ത് വെച്ചിരിക്കുകയാണ്, ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? EMF കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇല്ല, അത് പ്രകാരം എന്താണ് അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ EMFിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ അല്ലെ രണ്ടാമത്തെ കോയിലും എന്താണ് ഒരു EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഇവിടെ ഗാൽവനോമീറ്റർ ഇവിടെ ഡിഫ്ലക്റ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ആ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുവാണ്, ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുന്നു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്റർ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഓൺ ആക്കുമ്പോൾ എന്താണ് ഗാൽവനോമീറ്റർ അവിടെ ഡിഫ്ലക്ഷൻ കാണിക്കും. സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്ന ആ പൊസിഷൻ കേട്ടോ, ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. ആ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് ഇവിടെ ഡിഫ്ലക്ഷൻ കാണുന്നത്. മനസ്സിലാകുന്നോ? ആ സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ് നമ്മൾ ഓഫ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓഫ് ചെയ്യുമ്പോഴും ഇവിടെ എന്താണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, ഡിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ അതെങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ആ സിറ്റുവേഷനിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഇൻസ്റ്റൻറ്റിലാണ് അവിടെ EMF അവിടെ പ്രേരിതമാകുന്നത്. അതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം സെക്കൻഡറി കോയിൽ അല്ലേ രണ്ടാമത്തെ കോയിലേക്ക് എന്താണ് അവിടെ EMF ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് റിഫ്ലക്റ്റ് ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് പിന്നെ ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്യുമ്പോഴും എന്താണ് അവിടെ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതാണ് പ്രധാന കാര്യം, അവിടെ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ആ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചതല്ലേ ഈ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത്, അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ. ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് അവിടെ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് ചെയ്തിരിക്കുമ്പോൾ എന്താണ് ഓഫ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ ഇൻസ്റ്റൻറ്റിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിന് ഓഫ് ചെയ്തിരിക്കുമ്പോൾ എന്താണ് അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയാൽ നമ്മൾ ഇതാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണ്. സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗാൽവനോമീറ്റർ എങ്ങനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യും ഇല്ലേ? ഗാൽവനോമീറ്റർ എങ്ങനെയാണ് ഡിഫ്ലക്സ് എന്ന് പറയാം. മനസ്സിലായല്ലോ? ദ സ്വിച്ച് ഈസ് ഇൻ ദ ഓൺ പൊസിഷൻ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡസ് നോട്ട് ഡിഫ്ലക്റ്റ് അല്ലേ? ഓൺ പൊസിഷനിലായിരിക്കും എന്ത് പറയാം? ഡസ് നോട്ട് ഡിഫ്ലക്റ്റ് എന്ന് പറയാം ഇല്ലേ? ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ്. ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡിഫ്ലക്സ് എന്ന് പറയാം അല്ലേ? ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, വിപരീത ദിശയിലായിരിക്കും അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡസ് നോട്ട് ഡിഫ്ലക്റ്റ് എന്ന് പറയാം ഇല്ലേ? ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്, ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. മനസ്സിലായല്ലോ? അതിൻ്റെ കാരണം മനസ്സിലായല്ലേ? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്നത്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അതിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഫ്ലക്സിനും അവിടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ഇല്ല? സ്വിച്ച് ഓൺ ചെയ്യുന്ന അവസരത്തിൽ രണ്ടാമത്തെ കോയിലുണ്ടല്ലോ, ഇപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ? അതിൻ്റെ ഫലമായിട്ട് ഫ്ലക്സിന് വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ ആ അവസരത്തിൽ തന്നെ രണ്ടാമത്തെ കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ വ്യത്യാസം വരും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം എന്താണ് രണ്ടാമത്തെ കോയിലിലേക്ക് എന്താണ് EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? അത് ആൻസർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഇതാ നോക്കട്ടെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് ദ ഗാൽവനോമീറ്റർ നീഡ് ഡിഫ്ലക്റ്റ്? ഗാൽവനോമീറ്റർ നീഡ് ഡിഫ്ലക്റ്റ് ചെയ്ത സിറ്റുവേഷൻ ഏതൊക്കെയാണ്? ഏതൊക്കെ സിറ്റുവേഷനിലാണ്? ഓൺ ആൻഡ് ഓഫ് സ്റ്റേജിൽ ഇല്ല, ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഇല്ല. ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്ത് എപ്പോഴൊക്കെയാണ്? ഓൺ ആൻഡ് ഓഫ് ഇല്ല, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് അങ്ങനെ പറയാം. ഇനി ഈസ് ദർ എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ കോയിൽ വെൻ ദ സ്വിച്ച് ഈസ് ഇൻ ദ ഓഫ് പൊസിഷൻ? അതായത് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ കോയിലിന് ചുറ്റും എന്താണ് കാന്തിക മണ്ഡലം ഉണ്ടോ? സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ കോയിലിന് ചുറ്റും എന്താണ് കാന്തിക മണ്ഡലം അവിടെ ഇല്ല. അവിടെ ഫ്ലക്സോടെ വ്യതിയാനമൊന്നും ഉണ്ടാകുന്നുമില്ല. വാട്ട് അബൌട്ട് വൈൽ ടേണിങ് ഓൺ ദ സ്വിച്ച്? ടേണിങ് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ടേൺ ഓൺ ചെയ്യുമ്പോൾ വൈദ്യുത പ്രവാഹം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ എന്താണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഫ്ലക്സിനും വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് ഓഫ് ആകുമ്പോൾ എങ്ങനെയാണ് അവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്ത് നമുക്ക് പറയാം? എസ് എന്ന് പറയാം ഇല്ലേ? അതിൻ്റെ റീസൺ എന്താണ്? there is a change in flux എന്ന് പറയാം ഇല്ലേ? there is a change in flux. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫ്ലക്സിന് അവിടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ടേൺ ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതായത് there is a change in flux എന്ന് പറയാം.
ഇനി വൈൽ ടേണിംഗ് ഓൺ ദ സ്വിച്ച് ഡസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡ് കോയിൽ ചേഞ്ച്. അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന അവസരത്തിൽ രണ്ടാമത്തെ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് കോയിൽ ഉണ്ടല്ലോ, പ്രൈമറി കോയിൽ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് രണ്ടാമത്തെ കോയിൽ, അതായത് സെക്കൻഡറി കോയിലും എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അല്ലേ? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡ് കോയിൽ ഈസ് ഓൾസോ ചേഞ്ചസ് എന്ന് പറയാം. അപ്പോൾ അവിടെ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അല്ലേ? സ്വിച്ച് ഓൺ ചെയ്യുന്ന അവസരത്തിൽ രണ്ടാമത്തെ കോയിലുമായിട്ട് ബന്ധപ്പെട്ട കാന്തിക മണ്ഡലത്തിന് അവിടെ എന്താണ് വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, if so, will current be induced in the second coil due to electromagnetic induction? അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കോയിലിൽ വൈദ്യുതകാന്തിക പ്രേരണതത്വം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം EMF അവിടെ ഉണ്ടാകുന്നുണ്ടോ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം അവിടെ എങ്ങനെയാണ് EMF ഉണ്ടാകുന്നുണ്ട് അല്ലേ? സ്വിച്ച് ഓൺ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സ്വിച്ച് ഓൺ ചെയ്തിരിക്കുമ്പോൾ രണ്ടാമത്തെ കോയിലുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിന് അവിടെ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ടാമത്തെ കോയിൽ EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് മെത്തേഡ്സ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഇൻഡ്യൂസ് കറന്റ് കണ്ടിന്യൂസ്ലി ഇൻ ദ സെക്കൻഡ് കോയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കോയിലിൽ തുടർച്ചയായി വൈദ്യുത പ്രേരണം ചെയ്യണമെങ്കിൽ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം? അപ്പോൾ ഇതാ നോക്കിയേ, ഫസ്റ്റ് കോയിൽ ഇതാ നോക്കുക, ഇതാണ് ഫസ്റ്റ് കോയിൽ കേട്ടോ. ഫസ്റ്റ് കോയിൽ നമ്മൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? DC കൊടുത്തു അല്ലേ? DC കൊടുത്തു. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഗാൽവനോമീറ്റർ അല്ലേ? ഗാൽവനോമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ആണെന്നാണ് രണ്ടാമത്തെ കോയിൽ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നത്? അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതെപ്പോഴും എന്താണ് നമ്മൾ ഓൺ ആൻഡ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാവണം. അതായത് ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ എപ്പോഴും ഓൺ ആക്കണം, ഓഫ് ആക്കണം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അത് പോസിബിൾ ആണോ? എപ്പോഴും നമ്മൾ ഓൺ ആക്കോ ഓഫ് ആക്കോ എന്ന് പോസിബിൾ ആണോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഈ കോയിൽ, സെക്കൻഡറി കോയിൽ, ഇതല്ല സെക്കൻഡറി കോയിൽ, ഈ സെക്കൻഡറി കോയിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ കൊടുക്കുന്നത്? എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കണം. അതായത് നമ്മളിവിടെ എന്ത് കൊടുക്കണം? AC കേട്ടോ. AC നമ്മളിവിടെ കൊടുക്കണം. ACയുടെ സിമ്പൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ACയുടെ സിമ്പൽ ഇതാണ് കേട്ടോ. ഇതാണ് ACയുടെ സിമ്പൽ. നമ്മൾ DC കൊടുക്കുന്നെങ്കിൽ DC എന്നാണ് ബാറ്ററി കേട്ടോ. DC ആണെന്നാണ് ഇതാണ് കേട്ടോ. ഇങ്ങനെ ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത്, അവിടെ DC ആണ്. ഇങ്ങനെ ഒരു സിമ്പൽ കേട്ടോ. നമ്മൾ ACയുടെ സിഗ്നൽ പഠിച്ചില്ലേ, അതാണെന്നുണ്ടെങ്കിൽ AC ആണ് അവിടെ കൊടുക്കുന്നത്. അത് ഐഡന്റിഫൈ ചെയ്തോണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത്, അവിടെ ഓർത്തോണം അത് AC ആണ്. ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? DC ആണ്. മനസ്സിലായി? അപ്പോൾ എന്ത് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം? പ്രൈമറിയിൽ അല്ലേ? പ്രൈമറിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? പ്രൈമറിയിൽ നമ്മൾ എന്ത് കൊടുക്കണം? AC കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ എന്ത് പറയാം, കണ്ടിന്യൂസ്ലി ഓൺ ആൻഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം അല്ലേ? ഓർ കണ്ടിന്യൂസ്ലി ഓൺ ആൻഡ് ഓഫ് എന്ന് പറയാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓൺ ആൻഡ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പോസിബിൾ അല്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഏതാണ്? പ്രൈമറിയിൽ നമ്മൾ AC കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഇനി റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ സപ്ലൈയിങ് AC ഇൻസ്റ്റെഡ് ഓഫ് DC ടു ദ ഫസ്റ്റ് കോയിൽ. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? പറഞ്ഞില്ലേ? അപ്പം ഈ ആക്ടിവിറ്റി നമ്മൾ DC മാറ്റി, DC എന്ന് വെച്ചാൽ ബാറ്ററി കേട്ടോ. ഈ ബാറ്ററി മാറ്റി നമ്മൾ AC കൊടുത്തു. അപ്പോൾ നമുക്ക് എന്തായിട്ട് കാണാൻ സാധിക്കും? അതോടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ്? രണ്ട് സൈഡിലേക്കും ഉണ്ടാവും ഇല്ലേ? ഒരു ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇങ്ങോട്ട് വരും, അടുത്ത ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കറണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എങ്ങനെയാണ്? വാട്ട് ഇസ് യുവർ ഒബ്സർവേഷൻ? നമുക്ക് എന്ത് പറയാം? ഡിഫ്ലക്റ്റ് ഇല്ലേ? ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫ്ലക്സ് ഇൻ എങ്ങനെയാണ്? ബോത്ത് സൈഡ്സ് എന്ന് പറയാം ഇല്ലേ? ഡിഫ്ലക്സ് ഇൻ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലേക്കും എന്താണ് അവിടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ DC കൊടുത്തപ്പോൾ എന്താണ്? ഓൺ ആകുമ്പോഴും ഓഫ് ആക്കുമ്പോഴാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അതിന് പകരം നമ്മൾ AC കൊടുത്ത് ഈ സിമ്പൽ കൃത്യമായിട്ട് ഓർത്തോണം കേട്ടോ. മറന്നു പോകല്ലേ, കാണാതെ തന്നെ മനസ്സിലാക്കി വെച്ചോണം. DC ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ സിമ്പലാണ്, AC ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇങ്ങനെയാണ് സിമ്പൽ കാണിച്ചിരിക്കുന്നത്. അപ്പം AC കൊടുത്തപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അവിടെ ഇങ്ങനെ എന്താണ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇല്ലേ? അതായത് സെക്കൻഡറി കോയിൽ, ഇതേതാണ്? പ്രൈമറി കോയിൽ. ഇത് നമ്മുടെ പ്രൈമറി കോയിലാണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡറി കോയിലാണ്. അപ്പോൾ സെക്കൻഡറി കോയിൽ എന്താണ്? തുടർച്ചയായിട്ട് വൈദ്യുതി അവിടെ പ്രേരണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഏത് കൊടുത്തപ്പോൾ? AC കൊടുത്തപ്പോൾ. പ്രത്യേകം ഓർത്താനും കേട്ടോ. AC കൊടുത്തപ്പോൾ സെക്കൻഡറി കോയിൽ തുടർച്ചയായിട്ട് കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പം ഈ പറയുന്ന ഒരു പ്രതിഭാസനെ പറയുന്ന പേരാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് പ്രൈമറി കോയിലിൽ അല്ലേ, 2 കോയിലുകൾ നമ്മൾ അടുത്തടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രൈമറി കോയിലിലേക്ക് നമ്മളൊരു വൈദ്യുത പ്രവാഹം കൊടുത്തു. അപ്പോൾ എന്താണ്, അതിന് ചുറ്റും എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം, മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം സെക്കൻഡറി കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മനസ്സിലായല്ലോ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പം 2 കോയിലുകൾ വെച്ചിരിക്കുകയാണ്. അപ്പം എന്താണ്, അതിലൊന്നിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം സെക്കൻഡറി കോയിൽ എന്താണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് എ മ്യൂച്വൽ ഇൻഡക്ഷൻ. ക്ലിയർ ആയാലും അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതാണ് AC ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആയാലും, അല്ലെങ്കിൽ DC കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓണും ഓഫും ആക്കി വെച്ചുകൊണ്ടിരിക്കണം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയാലും. അപ്പം ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്താ ഡെഫിനിഷൻ നോക്കുക കേട്ടോ. കൺസിഡർ 2 coils kept close to each other when the intensity or direction of the current in one of them changes. അതായത് നമ്മൾ കൊടുക്കുന്ന എവിടെയാണ്, പ്രൈമറിയിൽ. അപ്പം അത് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ് ചേഞ്ചസ്. അതിൻ്റെ ഫലമായിട്ട് അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ദെൻ ആസ് എ റിസൾട്ട് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മനസ്സിലായല്ലോ. സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന 2 കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ ഒരു EMF പ്രേരിതമാവുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ക്ലിയർ ആയാലും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം കേട്ടോ. നമ്മൾ സപ്ലൈ കൊടുക്കുന്നതാണ് പ്രൈമറി, അതിൻ്റെ എഫക്റ്റ് എവിടെയാണോ കിട്ടുന്നത് അതാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൈമറിയിൽ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, എന്ത് സംഭവിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് സെക്കൻഡറിയിലും എന്താണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടില്ലായിരുന്നോ, ഇതാ കണ്ടില്ലേ, കോയിൽ കണ്ടില്ലേ. ഫസ്റ്റ് കോയിലിനെ നമ്മൾ എന്താണ് പറയുന്നത്, പ്രൈമറി ഇല്ലേ. ഫസ്റ്റ് കോയിലിനെ നമ്മൾ പറയുന്നത് പ്രൈമറിയിൽ നിന്നാണ്. സെക്കൻഡ് കോയിലിനെ നമ്മൾ പറയുന്നത് എന്താണ്, സെക്കൻഡറി എന്നാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് കോയിൽ വലിയ കോയിലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ചെറിയ കോയിൽ അങ്ങ് വെക്കുവാന്ന് വിചാരിച്ചു, ഉള്ളിലേക്ക് കേട്ടോ. ഇൻസേർട്ട് നമ്മൾ വലിയ കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെറിയ കോയിൽ വെക്കുക. അപ്പം എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ ഈ ചെറിയ കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേറൊരു പച്ചിരുമ്പ് കോർ, സോഫ്റ്റ് അയൺ കോറും വെക്കുവാന്ന് വിചാരിച്ചു. ഈ 2 സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പം ആദ്യമേ നമ്മൾ വലിയ കോയിൽ, ഇതല്ലേ വലിയ കോയിൽ. അപ്പോൾ ഈ വലിയ കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്താണ്, ചെറിയ കോയിൽ വെക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടുത്തെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിന് എന്താണ് വ്യത്യാസം വരുമല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സിന് ഇൻറ്റൻസിറ്റി കൂടുകയല്ലേ, നമ്പർ ഓഫ് ടേൺസ് പിന്നെയും കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കൂടും ഇല്ല, അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ വ്യതിയാന നിരക്ക് അവിടെ കൂടും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്താണ് EMF, ഇവിടുത്തെ EMF എങ്ങനെയായിരിക്കും, കൂടും. അവിടുത്തെ EMF കൂടും. അതിൻ്റെ ഫലമായിട്ടല്ലേ, അതിൻ്റെ ഇൻഫ്ലുവൻസിലല്ലേ ഇവിടെ വരുന്നത്, സെക്കൻഡറി കോയിലും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഈ സെക്കൻഡറി കോയിലും അത്രയും EMF ഇൻഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഗാൽവനോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ട് വിഭ്രംശിക്കും, അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പം എന്താണ്, വലിയ കോയിൽ, അതായത് പ്രൈമറി കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെക്കൻഡറി കോയിൽ, അല്ലെങ്കിൽ വലിയ കോയിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെറിയ കോയിൽ വെച്ച് കഴിയുമ്പോൾ എന്താണ്, EMF ഇവിടെ ഉണ്ടാകുന്ന EMFിനോട് വ്യത്യാസം ഉണ്ടാകും. അതായത് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ എങ്ങനെയായിരിക്കും, ഇൻക്രീസ് ചെയ്യും, കൂടും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ചെറിയ കോയിലിലേക്ക് നമ്മൾ എന്താണ്, ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചു അല്ലേ, ഒരു സോഫ്റ്റ് അയൺ കേട്ടോ, സോഫ്റ്റ് അയൺ പച്ചിരുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ വെച്ചു. അപ്പോഴും എന്താണ് സംഭവിക്കുന്നത്, സോഫ്റ്റ് അയൺ കോർ വെക്കുമ്പോൾ എന്താണ്, കാന്തിക ഫ്ലക്സ് ഇല്ലേ, കാന്തിക ഫ്ലക്സിന് എന്താണ് സംഭവിക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സിന് ഇല്ലേ കൂടുതലായിട്ട് കടത്തി വിടുമല്ലോ. പച്ചിരുമ്പ് വെക്കുമ്പോൾ കോറായിട്ട് നമ്മൾ പഠിച്ചതല്ലേ, കൂടുതലായിട്ട് അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകും നമ്മൾ പഠിച്ചതാണ്. അപ്പം സോഫ്റ്റ് അയൺ കോർ വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് കടത്തി വിടും. അതുപോലെ തന്നെ എന്താണ്, ഫ്ലക്സിൻ്റെ ഡെൻസിറ്റി അവിടെ കൂടും അല്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ ഉണ്ട്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, സെക്കൻഡറി കോയിൽ അനുഭവപ്പെടുന്ന ഫ്ലക്സിൻ്റെ വ്യതിയാന നിരക്ക് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഗാൽവനോമീറ്റർ സൂചിയോടെ വിഭ്രംശിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അവിടെ എന്താണ് പ്രേരിത EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF അല്ലേ, ഇൻഡ്യൂസ്ഡ് EMF എന്ത് സംഭവിക്കും, ഇൻഡ്യൂസ്ഡ് EMF അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്, ഗാൽവനോമീറ്റർ അവിടെ കൂടുതലായിട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവും.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിൽ എന്താണ് EMF, ഇൻഡ്യൂസ്ഡ് EMF അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. വലിയ കോയിലിനുള്ളിലേക്ക് ചെറിയ കോയിൽ വെച്ചാലും അല്ലെങ്കിൽ അതുപോലെ സോഫ്റ്റ് ആൻഡ് കോർ വെച്ചാലും മാഗ്നറ്റിക് ഫ്ലക്സിന് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് EMFും ഇൻക്രീസ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പം ഇതും ചോദിക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാം. അതാ ഞാൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ കേട്ടോ. ആദ്യത്തെ കേസ് നോക്കിയേ. വെൻ ദ എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ബൈ പ്ലേസിങ് എ സ്മോൾ കോയിൽ ഇൻസൈഡ് ദ ലാർജ് കോയിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സെക്കൻഡറി കോയിൽ ഇൻക്രീസസ് ലീഡിങ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഗ്രേറ്റർ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ നീഡിൽ. ക്ലിയർ ആയല്ലോ. ഇനി കോർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കോർ അലോസ് മോർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ടു pass through it. This is itself increase the magnitude of the flux and allows more magnetism to be attained. But the rate of change of magnetic flux experienced by the secondary coil increases, the induced EMF increases. Therefore, the galvanometer needle deflects more. അപ്പോൾ രണ്ട് കേസിലും എന്താണ് അവിടെ കൂടുതലായിട്ട് ഇൻഡ്യൂസ്ഡ് EMF പ്രേരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് കേസിലും ഇത് ഫസ്റ്റ് കേസാണ്, ഇത് സെക്കൻഡ് കേസാണ്. ഓക്കെ ആണല്ലോ. ഇതാ മലയാളം മീഡിയത്തിലെ കുട്ടികളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കുക. വലിയ കോയിലിനുള്ളിൽ ചെറിയ കോയിൽ വെച്ച് പരീക്ഷണം ആവർത്തിക്കുമ്പോൾ സെക്കൻഡറി കോയിൽ അനുഭവപ്പെടുന്ന ഫ്ലക്സ് വ്യതിയാന നിരക്ക് കൂടുന്നതിനാൽ പ്രേരിത EMF കൂടുകയും ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കുകയും ചെയ്യും കൂടുതലായിട്ട് കേട്ടോ. കോർ ആയി പച്ചിരുമ്പ് വെക്കുമ്പോൾ പച്ചിരുമ്പിന് കൂടുതൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ കാന്തിക ഫ്ലക്സിനെ ഉള്ളിലേക്ക് കടത്തിവിടാനും അതിനാൽ തന്നെ ഫ്ലക്സിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കാനും കൂടുതൽ കാന്തികത കൈവരിക്കാനും കഴിയും. അപ്പം സെക്കൻഡറി കോയിൽ അനുഭവപ്പെടുന്ന ഫ്ലക്സ് വ്യതിയാന നിരക്ക് കൂടുന്നു, പ്രേരിത EMFും കൂടുന്നു. അതിനാൽ ഗാൽവനോമീറ്റർ നീഡിൽ എങ്ങനെയാണ് കൂടുതലായിട്ട് ഡിഫ്ലക്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എ മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഈ മ്യൂച്വൽ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് നമ്മൾ കണ്ടത്. ട്രാൻസ്ഫോമർ കണ്ടില്ലേ? ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് നമ്മുടെ ട്രാൻസ്ഫോമർ കേട്ടോ. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കും കേട്ടോ. എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. 1 മാർക്കിന്റെ ഒക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇലക്ട്രോമാ ഇൻഡക്ഷൻ എന്നൊക്കെ എഴുതി വെക്കും, പക്ഷെ കറക്റ്റ് ആൻസർ ഏതാണ്? ഇലക്ട്രോമാ ഇൻഡക്ഷൻ വഴിയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതെന്താണ് ഇവിടെ എന്താണ് രണ്ട് കോയിൽ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഫലമായിട്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പം ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓർക്കുക കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രവർത്തനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എങ്ങനെയാണ്? പവറിൽ പവറിൽ വ്യത്യാസം വരാതെ AC വോൾട്ടേജ് നമ്മൾ കണ്ടില്ലേ? പവറിൽ വ്യത്യാസം വരാതെ AC വോൾട്ടേജ് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും കേട്ടോ. ഇൻക്രീസ് ചെയ്യല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇപ്പോൾ കോറൈൻ വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് വലിയതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ കോയിൽ വെക്കുമ്പോൾ എന്താണ് നമ്പർ ഓഫ് ടേൺസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്താണ് ACയുടെ വോൾട്ടേജ് അവിടെ ഇൻഡ്യൂസ്ഡ് EMFും സെക്കൻഡറിയിൽ കൂടുകയല്ലേ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ കൃത്യമായിട്ട് ഓർത്തോണം. പിന്നെയും പറയുന്നതിൻ്റെ കാര്യം മൈൻഡിൽ അങ്ങ് ഉറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പം ട്രാൻസ്ഫോമറിൽ നമ്മൾ ഏതാണ് അപ്പോൾ ഉപയോഗിക്കേണ്ടത്? AC ആണ് കേട്ടോ. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പടമൊക്കെ തരുമ്പം ബാറ്ററിയുടെ ചിഹ്നമൊക്കെ തരും. അപ്പം ബാറ്ററിയുടെ ചിഹ്നം അല്ല ACയുടെ ചിഹ്നം എങ്ങനെയാണ്? ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ സിമ്പൽ ഉണ്ടല്ലോ, ഇതാണ് ACയുടെ ചിഹ്നം കേട്ടോ. അപ്പം AC ആണ് ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ AC ആണ്. അപ്പം ACയുടെ ഫംഗ്ഷൻ എന്താണ്? പവറിൽ വ്യത്യാസം വരാതെ എന്താണ് വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തുന്നു കേട്ടോ. പവറിൽ വ്യത്യാസം വരാതെ വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ. ഇനി രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്. ആദ്യത്തെ ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും രണ്ടാമത്തെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും കേട്ടോ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആ പേരിൽ തന്നെയുണ്ട്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ AC ആണല്ലേ, AC വോൾട്ടേജ് കേട്ടോ. AC വോൾട്ടേജ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു, കൂട്ടാൻ. സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ ഇപ്പം എന്താണ്? AC വോൾട്ടേജ് എന്ത് സംഭവിക്കുന്നുണ്ട്? AC വോൾട്ടേജ് ഇവിടെ കുറയ്ക്കുന്നു. മനസ്സിലായല്ലോ. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. AC ആണ് ഉപയോഗിക്കുന്നത്. അപ്പം AC വോൾട്ടേജ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. AC വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പം നിങ്ങൾക്ക് സംശയം വരാം, എന്തിനാണ് AC വോൾട്ടേജ് കുറയ്ക്കേണ്ടത്? നമ്മൾ പറഞ്ഞില്ലേ പവർ സ്റ്റേഷനിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈ വോൾട്ടേജ് ആണ് ഇല്ലേ, അത് ഹൈ പിന്നെ നമ്മൾ കൂട്ടിയിട്ട് വേണം നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് വഴി പോരാൻ. പക്ഷെ നമ്മുടെ വീടുകളിലേക്ക് എത്ര ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ കുറയ്ക്കണം അല്ലേ.
അപ്പം അതിന് വേണ്ടിയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഇനി വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ എന്താണ്, എ സി വോൾട്ടേജ് കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ എ സി വോൾട്ടേജ് കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പവറിൽ വ്യത്യാസം വരാതെ, അല്ലേ, പവറിൽ വ്യത്യാസം വരാതെ എ സി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമർ ചേഞ്ച് എ സി വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ, അല്ലേ, വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ എന്ന് പറയാം കേട്ടോ. എ സി വോൾട്ടേജ് അങ്ങനെ എഴുതാം കേട്ടോ. എ സി വോൾട്ടേജ് ചേഞ്ച് എന്ന് പറയാം കേട്ടോ. ചേഞ്ച് അല്ലേ, ചേഞ്ച് അല്ലേ, ചേഞ്ച് ഇൻ എ സി വോൾട്ടേജ് വിത്തൗട്ട് പവർ. പവറിൽ വ്യത്യാസം വരാതെ എ സി വോൾട്ടേജ് ചേഞ്ച് ചെയ്യാതെ ഒന്നുകിൽ കൂട്ടുക കുറയ്ക്കുക. ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. മനസ്സിലായല്ലോ? അപ്പം ഈ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത ഡിഫറൻസുകൾ നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ഡിഫറൻസ് ചോദിക്കാറുണ്ട്, സ്ട്രക്ചറൽ ഡിഫറൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചിത്രത്തിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ല? അതാ നോക്കിയാൽ എന്തൊക്കെയാണ് ട്രാൻസ്ഫോമർ, അല്ലേ? ട്രാൻസ്ഫോമറിന് ഇൻപുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഇൻപുട്ടിലേക്കാണ്, ഇൻപുട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ്, പ്രൈമറി. ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, അല്ലേ? പ്രൈമറിയിലല്ലേ സപ്ലൈ കൊടുക്കുന്നത്. എ സി കൊടുക്കേണ്ടത് എവിടെയാണ്? ഇതാ ഇവിടെയാണ്, അല്ലേ? ഇവിടെയാണ് നമ്മൾ എ സി കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഔട്ട്പുട്ട്, ഇല്ല, ഔട്ട്പുട്ട് കിട്ടുന്നത് എവിടെയാണ്? സെക്കൻഡറി കോയിൽ, അല്ലേ? സെക്കൻഡറി കോയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യമേ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകം നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നോക്കിയേ, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്പർ ഓഫ് ടേൺസ് ആദ്യമേ നോക്കുക, ചുറ്റുകൾ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറിയിൽ എങ്ങനെയാണ്? കുറച്ചിത് 1, 2, 3, 4, 5, 6 നമ്പർ ഓഫ് ടേൺസേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ 7 കൂടെ വരാം. ഇത് എവിടെ നോക്കി, അതിൽ കൂടുതലില്ലേ? അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒരു പ്രത്യേകത എങ്ങനെയാണ്? പ്രൈമറിയിൽ, അല്ലേ? പ്രൈമറിയിൽ എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേൺസ്, അല്ലേ? നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ്? കുറവാണ്. നമ്പർ ഓഫ് ടേൺസ് ലെസ് എന്ന് പറയാം. ഞാൻ പ്രൈമറിയിലാണ് കേട്ടോ. നമ്പർ ഓഫ് ടേൺസ് ലെസ് എന്ന് പറയാം, അല്ലേ? സെക്കൻഡറിയിൽ എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേൺസ്, അല്ലേ? നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ്? മോർ എന്ന് പറയാം, കൂടുതലാണ്. ഇതാ നോക്കിയേ, ഈ പ്രൈമറിയിൽ നോക്കിയ സ്റ്റെപ്പ് അപ്പിൻ്റെ കേസ് നല്ല തിക്ക് വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ഇല്ല? അതേസമയം ഇവിടെ തിൻ വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണെന്നല്ലോ? അപ്പോൾ ഇതാ നോക്കിയാൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ എങ്ങനെയാണ്? തിക്ക് വയേഴ്സ് കേട്ടോ. തിക്ക് വയേഴ്സ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. തിക്ക് വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ എങ്ങനെയാണ്? തിൻ വയേഴ്സ്, ഇല്ലേ? തിൻ വയേഴ്സ് ആണ്, തിന്നായിട്ടുള്ള വയേഴ്സ് ആണ്. പക്ഷേ എങ്ങനെയാണ്? അവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. ഓക്കെ ആണല്ലോ? അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ട്? അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ്? കുറവാണ്, പക്ഷേ അവിടെ തിക്ക് വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡറിയിൽ എങ്ങനെയാണ്? സെക്കൻഡറിയിൽ തിൻ വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണ്? അവിടെ കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസിൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കുക, പ്രൈമറിയിൽ സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിലോട്ട് പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. പ്രൈമറിയിൽ തിക്ക് വയേഴ്സ് ഉപയോഗിക്കുന്നു, സെക്കൻഡറിയിൽ തിൻ വയേഴ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രൈമറിയിൽ നോക്കിയേ, പ്രൈമറിയിൽ ആദ്യം എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേൺസ് നോക്കാം. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇവിടെ എങ്ങനെയാണ്? കൂടുതലാണ്, അല്ലേ? നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതലാണ്. അതുപോലെ നോക്കിയാൽ തിൻ വയേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, തിൻ വയേഴ്സ് പ്രൈമറിയിൽ കേട്ടോ. സെക്കൻഡറിയിൽ എങ്ങനെയാണ് വരുന്നത്? നമ്പർ ഓഫ് ടേൺസിൻ്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇവിടെ എങ്ങനെയാണ്? ലെസ് ആണെന്ന് പറയാം, അല്ലേ? ലെസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ്? തിക്ക് വയേഴ്സ് ആണ് സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മെയിൻ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട, ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മറ്റൊന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇൻക്രീസ് എ സി വോൾട്ടേജ് ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ മൈൻഡിൽ ഈ ചിത്രം ഉണ്ടല്ലോ, ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഈ ഒരു ഫിഗർ നിങ്ങളുടെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ മോർ തിക്ക് വയേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സെക്കൻഡറിയിൽ വരുമ്പോൾ എങ്ങനെ? നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ അവിടെ തിൻ വയേഴ്സ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗൺ എങ്ങനെയാണ്? എ സി വോൾട്ടേജ് കുറയ്ക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, അതായത് നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ തിൻ വയേഴ്സ് ആയിരിക്കും. സെക്കൻഡറിയിൽ വരുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, അപ്പോൾ തിക്ക് വയേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എ മെയിൻ സ്ട്രക്ചറൽ ഡിഫറൻസ്, സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ? ഇനി വർക്കിങ്ങിൻ്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. വർക്കിങ്ങിലെ ഡിഫറൻസ് ഉണ്ട്. ഇത് എന്തിനു വേണ്ടി? എ സി വോൾട്ടേജ് കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്.
ഇല്ലേ? അതായത് സെക്കൻഡറി കോയിൽ എങ്ങനെയായിരിക്കും? സെക്കൻഡറി കോയിൽ എങ്ങനെയാണ്? EMF അവിടെ കൂടുതലായിരിക്കും അല്ലേ? പ്രൈമറിയിൽ എങ്ങനെയാണ്? കുറവായിരിക്കും. പ്രൈമറിയിലുള്ളതിനെ കൂട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം സെക്കൻഡറിയിൽ അവിടെ AC വോൾട്ടേജ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. പ്രൈമറിയിൽ എങ്ങനെയാണ്? ലെസ് EMF എന്ന് പറയാം കേട്ടോ. EMF പ്രൈമറിയിൽ കുറവാണെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? EMF ഇവിടെ എങ്ങനെയാണ്? കുറവാണ്. ഇവിടെ വരുമ്പോൾ EMF എങ്ങനെയാണ്? കൂടുതലാണെന്ന് പറയാം. EMFിൻ്റെ കേസിൽ, വർക്കിങ്ങിൻ്റെ കേസിൽ. അതുപോലെ തന്നെ കറണ്ട് കേസിലും വരുന്നുണ്ട് കേട്ടോ. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന കറണ്ട്, സെക്കൻഡറിയിൽ നമ്മൾ AC വോൾട്ടേജ് കൂട്ടുമല്ലേ ചെയ്യുന്നത്. കറണ്ട് എങ്ങനെയാണ്? കുറവായിരിക്കും കേട്ടോ. കറണ്ട് ഇവിടെ കുറവായിരിക്കും. പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയാണ്? V is equal to നമ്മുടെ ഓംസ് ലോ അനുസരിച്ച് V is equal to IR എന്നല്ലേ, അല്ലെങ്കിൽ V/I എന്നല്ലേ പറഞ്ഞ്. V/I എന്നല്ലേ, അതായത് വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ നിന്നാണ് AC വോൾട്ടേജ് കൂട്ടുവാണ് സെക്കൻഡറിയിൽ വേണ്ടത്. അപ്പോൾ അവിടെ കറണ്ട് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയാണ്? പ്രൈമറിയിലേക്കാളും കുറവായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തിൽ വരുന്നത്? നമ്മുടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരുന്നത്. ഇവിടെ എങ്ങനെയാണ്? EMF, ഇവിടുത്തെ EMF കൂടുതലായിരിക്കും ഇല്ലേ? സ്റ്റെപ്പ് ഡൗൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് കുറയ്ക്കാനല്ല. അപ്പോൾ ഇവിടുത്തെ EMF കൂടുതലായിരിക്കും, ഇവിടുത്തെ EMF എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. കറണ്ട് എങ്ങനെയായിരിക്കും? ഇവിടെ എങ്ങനെയാണ്? കറണ്ട് കുറവായിരിക്കും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? കറണ്ട് കൂടുതലായിരിക്കും. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന കറണ്ട് എങ്ങനെയാണ്? പ്രൈമറിയിനേക്കാളും കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഇതാണ് നമ്മുടെ വർക്കിങ്ങിലുള്ള ഡിഫറൻസ് കേട്ടോ. ഇത് കൃത്യമായിട്ട് ഓർത്തണം കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറ്റൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ സ്ട്രക്ചറിൽ, ഇത് നമുക്ക് പറയാം എന്താണ് വർക്കിങ്ങിലുള്ള ഡിഫറൻസ്. സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് ആണ് ഈ പോയിന്റുകൾ. മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ ടേബിൾ വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. സ്ട്രക്ചറൽ ഡിഫറൻസ്, സ്ട്രക്ചറലിലുള്ള ഡിഫറൻസ് അതൊക്കെയാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഞാൻ പറഞ്ഞു, മൈൻഡിൽ വരും കേട്ടോ. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഓർത്തോണം എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ അല്ലേ? പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. ഇതിൻ്റെ കേസിൽ വരുമ്പോൾ സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിലും അതുപോലെ തിക്കർ വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ആകുമ്പോൾ എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറിയിലത്തെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, പ്രൈമറിയിലായിരിക്കും നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ അല്ലേ? അതുപോലെ തിൻ വയേഴ്സ് ആയിരിക്കും പ്രൈമറിയിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ നോക്കുക, വർക്കിങ്ങിലുള്ള ഡിഫറൻസ്. ഞാൻ പറഞ്ഞില്ല വർക്കിങ്ങിലുള്ള ഡിഫറൻസ്, അതും കൂടെ നോട്ട് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിൽ എങ്ങനെയാണ്? EMF ഇല്ലേ? സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കൂട്ടുക ഇല്ല. അപ്പം സെക്കൻഡറിയിലായിരിക്കും അവിടെ വോൾട്ടേജ് കൂടേണ്ടത്. EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി ഇല്ലേ ഈസ് ഗ്രേറ്റർ ദാൻ. ഓർത്തിരിക്കുക. ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് കറണ്ട് എന്ന് ഓർത്തിരിക്കുക. കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി എങ്ങനെയാണ്? ലെസ് ആണ്. ഓർത്തിരിക്കുക. സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ നേരെ തിരിച്ച് വോൾട്ടേജ് കുറയ്ക്കുകയാണ്. അപ്പം സെക്കൻഡറിയിലത്തെ EMF എങ്ങനെയാണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലേ? കറണ്ട് അവിടെ എങ്ങനെയായിരിക്കും? സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് എ വർക്കിംഗ് ഡിഫറൻസ്. മനസ്സിലായോ ട്രാൻസ്ഫോമറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? അപ്പോൾ ട്രാൻസ്ഫോമർ ഓർത്തിരിക്കുക. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. കൃത്യമായിട്ട് ഓർത്തോണം കേട്ടോ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അവിടെ എന്തിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? ചേഞ്ച് AC വോൾട്ടേജ് വിത്തൗട്ട് പവർ അല്ലേ? AC വോൾട്ടേജ് പവറിന് ചേഞ്ച് ഒന്നും ഇല്ലാതെ AC വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ ഒന്നുകിൽ കൂട്ടുക കുറയ്ക്കുക, അതിന് വേണ്ടിയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ അതിൻ്റെ ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ, രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ഉണ്ട്, ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്, അത് ഷുവറാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടല്ലോ. ഞാൻ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട ഈ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. ഒരു സമയം എടുത്താണേലും മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. വെറുതെ കണ്ടുപോയാൽ ഡൗട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നേരത്തെ നിങ്ങൾ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അവിടെ ചോദിക്കാം കേട്ടോ. അവിടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വോയിസ് മെസ്സേജ് ആക്കി നമുക്ക് ഡിസ്കഷൻസ് ഒക്കെ നടത്താം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാകുന്ന ഒരു സെക്ഷനാണ്, അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ബാക്കി സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്